നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കുണ്ടറ കാഞ്ഞിരംകോട് സ്വദേശിനിയായ ദിവ്യ ജോണി എന്ന യുവതിയുടെ മരണം. ദിവ്യയുടെ മരണത്തിന് പിന്നാലെ വീണ്ടും ചർച്ചയാകുന്ന ഒന്നാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും പോസ്റ്റ്മോർട്ടം സൈക്കോസിസും. സ്വന്തം കുഞ്ഞിന്റെ ജീവനെടുത്ത അമ്മയെന്ന ലേബലാണ് ദിവ്യ ജോണിക്കുള്ളത്. പക്ഷേ ദിവ്യയെ അതിലേക്ക് നയിച്ചതാകട്ടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ അതിഭീകരമായ അവസ്ഥയും. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ? പ്രസവശേഷം സ്ത്രീകളിൽ പല രീതിയിലുള്ള ശാരീരിക, മാനസിക, വൈകാരിക മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രസവശേഷം ആദ്യ ദിനങ്ങൾ പൊതുവെ സ്ത്രീകളിൽ ചെറിയ തോതിൽ വിഷാദം അനുഭവപ്പെടുന്ന ബേബി ബ്ലൂ എന്ന അവസ്ഥ സാധാരണമാണെങ്കിലും ഇന്ന് പല സ്ത്രീകളിലും അതിലും തീവ്രതയേറിയ വിഷാദരോഗാവസ്ഥ ഉണ്ടാകാറുണ്ട്. പ്രസവം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കും ഒരു മാസത്തിനുമിടയിലാണ് ഇതിന്റെ ആരംഭം. എപ്പോഴുമുള്ള സങ്കടാവസ്ഥ, ഏറ്റവും ആസ്വദിച്ചിരുന്നതും പ്രിയപ്പെട്ടതുമായ കാര്യങ്ങളോട് പോലും തോന്നുന്ന താല്പര്യമില്ലായ്മ, കഠിനമായ ക്ഷീണവും തളർച്ചയും, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ലായ്മ, സഹായിക്കാൻ ആരുമില്ലെന്ന തോന്നൽ, സ്വയം മതിപ്പില്ലായ്മ, മരണചിന്തകൾ, ആത്മഹത്യാ പ്രവണത, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ എന്നിങ്ങനെ സാധാരണ വിഷാദരോഗത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അമ്മയാകുന്ന സ്ത്രീകളിൽ മിക്കപ്പോഴും പ്രകടമാകും. ഇതിനോടൊപ്പം നവജാത ശിശുവുമായി ബന്ധപ്പെട്ട അശുഭചിന്തകൾ, കുഞ്ഞിന്റെ സംരക്ഷണത്തെയും പരിചരണത്തെയും കുറിച്ചുള്ള ആദിയും പരിഭ്രമവും, അമ്മയെന്ന നിലയിൽ തന്റെ കഴിവില്ലായ്മകളെക്കുറിച്ചുള്ള ആശങ്കയും കുറ്റബോധവും കൂടി ചേർന്നാൽ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാകും. സാധാരണ 6 മാസം വരെ നീണ്ടു നിൽക്കാവുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് മതിയായ ചികിത്സ നൽകിയില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമായേക്കാം. അങ്ങനെയുള്ളവരിൽ 1 വർഷമോ അതിലധികമോ ഈ അവസ്ഥ നീണ്ടു നിന്നേക്കാം. ഗർഭാവസ്ഥയിലോ അതിനു മുൻപോ വിഷാദരോഗം ഉണ്ടായവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത 25% കൂടുതലാണ്. ഒരു തവണ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിട്ടുള്ളവർക്ക് അടുത്ത പ്രസവത്തോടനുബന്ധിച്ചും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആകുമ്പോഴേക്കും അത് വിഷാദരോഗത്തിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുചെന്നെത്തിച്ചേക്കും. പൊടുന്നനെ ഉണ്ടാകുന്ന ഭയം, എത്ര തിരുത്തിയാലും വിശദീകരിച്ചാലും മാറാത്ത അകാരണമായ സംശയങ്ങൾ, അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ, ഉന്മാദാവസ്ഥ, മറ്റുള്ളവർ തന്നെയോ കുഞ്ഞിനെയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തോന്നൽ, പരസ്പരം ബന്ധമില്ലാത്ത സംസാരം, മറ്റേതോ ലോകത്തിലെന്ന പോലെയുള്ള മൂകത, മുലയൂട്ടാനും കുഞ്ഞിനെ പരിചരിക്കാനും പേടിയും വിസമ്മതവും, കുഞ്ഞ് തന്റേതല്ലെന്നും ഏതോ ദുഷ്ടശക്തി രൂപം മാറി വന്നതാണെന്നുമൊക്കെയുള്ള ഭയാശങ്കകൾ, അക്രമാസക്തി തുടങ്ങിയവയൊക്കെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലെത്തിയ ഒരു അമ്മയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ്. കൃത്യമായ ജാഗ്രതയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനും കുഞ്ഞിനെ അപായപ്പെടുത്താനും ഈ അവസ്ഥയിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയെ സൈക്യാട്രിക് എമർജൻസി എന്ന് തന്നെ കണക്കാക്കണം. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം നൽകണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 5-ൽ 1 അമ്മയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ 1000-ൽ 8 പേരിൽ മാത്രമേ ഇത് തിരിച്ചറിയപ്പെടുന്നുള്ളൂ. കുടുംബത്തിന്റെയോ പ്രിയപ്പെട്ടവരുടെയോ കൈത്താങ്ങില്ലാത്ത സ്ത്രീകളാണ് മിക്ക സാഹചര്യങ്ങളിലും പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് വിധേയരാകുന്നത്. ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ അവളിൽ ഉണ്ടാകുന്ന ശാരീരിക, മാനസിക ബുദ്ധിമുട്ടുകൾ അവളുടെ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആ അമ്മയ്ക്ക് കൈത്താങ്ങാകാൻ അവർക്ക് കഴിയണം. കുഞ്ഞിന്റെയും അമ്മയുടെയും പരിചരണത്തിൽ അച്ഛന്റെ പങ്ക് ഉറപ്പാക്കണം. പങ്കാളിയുടെ സാന്നിധ്യവും പരിഗണനയും അമ്മയുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ ഏറെ സഹായിക്കുമെന്ന് പുരുഷന്മാർ സ്വയം തിരിച്ചറിയേണ്ടതാണ്.